ഹലോ, ഗുഡ് ഈവനിങ്. ശരിക്കും ഞാൻ ഇന്ന് എന്താ സംസാരിക്കാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വെറുതെ ഒരു ബുക്കൊക്കെ ഇങ്ങനെ തുറന്ന സമയത്ത് ഞാനൊരു ചെറിയൊരു ചെറു കഥ കണ്ടു. അത് ഞാൻ എൻ്റെ വാക്കുകളാൽ അല്ലെങ്കിൽ എൻ്റേത് പോലെയുള്ള സെന്റൻസിൽ പറയുകയാണെന്നാണ്. അതിന് ചില എരിവും പുളിയൊക്കെ കൂട്ടിക്കൊണ്ടായിരിക്കും ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഒരാൾ ഇവര് 10 പേര് കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരാൾ പറയുന്നത് അടുത്ത ആളിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ രൂപത്തിൽ ചെറിയ മാറ്റം ഉണ്ടാകും. അത് 10ാമത്തെ ആളിലെത്തുമ്പോഴത്തേക്ക് അത് പറഞ്ഞതുമായിട്ട് ആദ്യത്തെ ആൾ പറഞ്ഞത് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമായിരിക്കും 10ാമത് നിൽക്കുന്ന ആളുകൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു സാറിന്റെ ഒരു ബുക്കിലുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ ബുദ്ധിക്ക് തെറ്റുപറ്റാം, പക്ഷേ നിങ്ങളുടെ വികാരങ്ങൾ നുണ പറയുകയും സത്യമാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും, ലൈവിലുള്ളവരാണെങ്കിലും പിന്നീട് റെക്കോർഡിംഗ് കേൾക്കുന്ന ആളുകളാണെങ്കിലും, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാം, ഇത് സത്യമാണോ എന്നുള്ളത്. പലരുടെ ഉള്ളിൽ തോന്നുന്നുണ്ടാകാം, അതെ പക്ഷെ അത് ശരിയാണ്, വികാരങ്ങൾ എന്ന് പറയില്ല. ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പലതും തെറ്റിലേക്ക് പോകാം. ചില ആളുകൾ സങ്കടം എന്ന വികാരം ഹൈഡ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യുന്നത് സന്തോഷത്തിലായിരിക്കും. എല്ലാം ഇങ്ങനെ ഹൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് എങ്ങനെയാണ് സന്തോഷത്തെ ഹൈഡ് ചെയ്യാതെ പുറമേക്ക് കാണിക്കുക എന്ന് പോലും അറിയാത്ത അവസ്ഥയാകും. അപ്പം ഹൈഡിങ് നമ്മൾ നിർത്തി നമ്മളുടെ വികാരങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് നമ്മളെ തേടിയെത്തും. അതായത് നമ്മൾക്കിപ്പോൾ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ അവരുടെ പേരൻസിന്റെ കൂടെ പോകുന്നു. ആ കുട്ടി പറയാണ് എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറയുന്നത്, കുട്ടി വല്ലാതെ വാശി പിടിക്കുന്നുണ്ട്. ആദ്യം കുട്ടി സ്നേഹത്തോടെ സന്തോഷത്തോടെ അമ്മ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് കുട്ടി ഒന്ന് ബഹളം വെച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും എന്ത് ശല്യാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന വികാരം, ഞാൻ ശല്യം ചെയ്താൽ എനിക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ അവർ എനിക്കുള്ളത് നേടിത്തരുമെന്ന്. ഇപ്പോഴത്തെ പല മാതാപിതാക്കളും അനുഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. മക്കളുടെ ശല്യം സഹിക്കാൻ വയ്യ, മക്കൾ ഉപദ്രവിക്കുകയാണ് സ്വത്തിന് വേണ്ടിയിട്ട്. പഴയ കാലത്തേക്കൊന്ന് പോയി നോക്കി, പണ്ട് അവര് ഐസ്ക്രീം മിഠായിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് വാങ്ങിപ്പിച്ചില്ലേ? അവരുടെ മൈൻഡ് സെറ്റിൽ അന്നേ സേവ് ആയ ഒരു കാര്യമാണ്, എന്റെ മാതാപിതാക്കളെ ഇറിറ്റേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് നേടിയെടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ ചില ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്, ചില കുട്ടികൾ ചെയ്യുന്നൊരു കാര്യമാണ്, കരയും. കരഞ്ഞു വാശി പിടിച്ച് എന്തൊക്കെ കാട്ടിക്കൂട്ടിയും സാധിച്ചെടുക്കും. അപ്പൊ കരച്ചിൽ കാണുമ്പോഴത്തേക്കും മാതാപിതാക്കൾ പെട്ടെന്ന് സാധിച്ചു കൊടുക്കും. അവർ ഫ്യൂച്ചറിൽ വലുതായിട്ട് അമ്മേന്നും പറഞ്ഞോണ്ട് അല്ലെങ്കിൽ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് കരഞ്ഞു വിളിച്ചു പോയി അവരുടെ കാര്യങ്ങൾ സാധിക്കും. അപ്പോഴും അതിന്റെ ക്ലൈമാക്സും ആദ്യം പറഞ്ഞ ക്ലൈമാക്സ് പോലെ തന്നെയാവും. ഇതും ഒരു ടൈപ്പ് ഓഫ് ഇറിറ്റേഷൻ ആണ്. കഴിഞ്ഞ ആഴ്ച ഒരു മാതാവ് എന്നെ കാണാൻ വേണ്ടി എത്തി എന്റെ ക്ലിനിക്കിൽ. എല്ലാ ആഴ്ചയിലും വരുന്നതാണ്, ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ അമ്മയുടെ മുഖത്ത് വല്ലാത്ത സങ്കടം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്ത് പറ്റി, എന്തുണ്ട് വിശേഷം എന്നൊക്കെ നമ്മൾ പൊതുവെ ചോദിക്കുന്നത് പോലെ ചോദിച്ചു. അമ്മ പറഞ്ഞ മറുപടി, അച്ഛൻ എൻ്റെ അടുത്തില്ല, അച്ഛൻ എങ്ങോട്ടേക്കോ പോയി, ഒരു ടൂറ് പോയതാണ്, ആ ടൂറിനിടയ്ക്ക് അച്ഛൻ എങ്ങോട്ടോ മാറിപ്പോയി എന്ന്. ഉറങ്ങുമായിരുന്നു, ഉറങ്ങി എണീറ്റപ്പോഴേക്ക് ആളെ കാണുന്നില്ല, ആള് അമ്പലത്തിലേക്ക് കയറിപ്പോയത് കണ്ടു എന്നൊക്കെ. 2-3 ദിവസം അവരെല്ലാം അവിടെ പരതി, കിട്ടിയില്ല ആളെ. ഇവന് കുഴപ്പമില്ല, അത് വന്നോളും. പുള്ളിക്കാരിയും പറയുന്നത് മക്കളുടെ ശല്യം കാരണം മാറി നിൽക്കുന്നതാകും. എന്നാ എന്നോട് പറഞ്ഞിട്ട് പൊക്കൂടെ ആ മനുഷ്യന്, ഞാൻ കുറച്ച് പൈസയും ഡ്രസ്സും ഒക്കെ കൊടുക്കില്ലേ, ഇത് ഡ്രസ്സ് പോലും ഇല്ല, ഒരു പൈസ പോലും കയ്യിലില്ലാതെ എന്തിനാ ഇദ്ദേഹം ഇങ്ങനെ മാറി നിൽക്കുന്നത്. അതായത് ആ അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഇതുകൊണ്ടൊരു
കുട്ടിയെ കരുതുന്ന പോലാണ് ആ അമ്മ അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കൊച്ചു കുട്ടിയെ കാണാതെ പോകുന്ന സങ്കടം തന്നെയാണ് ആ അമ്മയ്ക്ക് അച്ഛനെ മിസ്സായ സമയത്തും. അവർ തമ്മിലുള്ള സ്നേഹവും അതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ പല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇല്ലാത്തതും സ്നേഹമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആഴ്ച അമ്മ വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എന്തായി അമ്മ, അച്ഛന്റെ വിവരം വല്ലതും അറിഞ്ഞോ? അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, ഇല്ല, പറഞ്ഞില്ല. ഒരാഴ്ചയോളം എൻ്റെ ഒരു മകൻ തിരക്കിപ്പോയി, പക്ഷെ കണ്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടുത്തെ മലയാളി അസോസിയേഷൻസ് ഒക്കെ ആയിട്ട് ആന്ധ്രാപ്രദേശിലെന്തോ ആണ്, മലയാളികളൊക്കെ ആയിട്ട് കുറെ തപ്പി ഇയാളെ കിട്ടിയില്ല എന്ന്. അപ്പോഴും പുള്ളിക്കാരി പറയുന്നത് പുള്ളി എങ്ങോട്ടെങ്കിലും മാറി നിന്നതായിരിക്കും, മക്കളുടെ ശല്യം കാരണം. അവരെ നോക്കിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. ഈ അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളുടെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു. ഞാന് എൻ്റെ മകളുടെ വീട്ടിലായിരുന്നു. മകൻ വീടൊക്കെ തല്ലിപ്പൊളിച്ചു. മകന് സ്വത്ത് കൊടുക്കാത്തതിന്, വീട് വെക്കാൻ അവന്റെ പേരിൽ സ്വത്ത് എഴുതി കൊടുക്കാത്തതിന്. നമ്മൾ പണ്ടേ തല്ലി വളർത്തണം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് സാധിച്ചു കൊടുക്കുന്ന ശീലമുണ്ട്. അപ്പൊ സാധിച്ചു കൊടുത്താൽ അവർ കരഞ്ഞൊരു പരുവാണെങ്കിൽ കൊടുക്കാമല്ലോ. ആവശ്യമുള്ളതാണെങ്കിൽ അവർ ചോദിക്കുമ്പോ തന്നെ അതെങ്ങനെയാണ് സാധിച്ചു തരാൻ മോനെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് സാധിച്ചു കൊടുക്കാം. അതല്ല, അവരാവശ്യമില്ലാത്ത വാശിയാണ് അവിടെ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് തല്ലവിടെ കൊടുത്താലും ഒരു കുഴപ്പമില്ല. അത് തല്ലിയതിനു ശേഷമോ തല്ലുന്നതിന് മുമ്പോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അങ്ങനെയല്ല, ഇതാണ് ശരി എന്ന് പറഞ്ഞാലും കേട്ടില്ലെങ്കിലാണ് അവിടെ നമ്മൾ തല്ല് കൊടുക്കേണ്ടത്. ഇതാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഇപ്പോഴത്തെ ബോണ്ടിങ്. ഞാനിവിടെ ആ ഒരു കുടുംബത്തിന്റെ തന്നെ രണ്ട് കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തത്. ആ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം, ഈ അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ളത്. ആ മക്കള് ആ അമ്മയെ നോക്കില്ല, അച്ഛനെ നോക്കില്ല. ഇവര് ഒരു മകനെ വളർത്തുന്നുണ്ട്, അതായത് ഇവരുടെ സഹോദരിയുടെ ഒരു മകൻ. ആ മകന് ഈ അമ്മയെന്ന് പറഞ്ഞ ഭയങ്കര ജീവനാണ്. ആ അമ്മയ്ക്ക് അങ്ങോട്ടും അതുപോലാണ്. അപ്പൊ ആ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മകന് വേണ്ടിയിട്ടും എന്റെ സ്വത്തിനൊരു ഭാഗം ഞാൻ എഴുതി വെക്കുമെന്ന്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? ഞാന് കുടുംബ വഴക്കോ കുടുംബസ്വത്തിന്റെ കാര്യമോ ഒന്നും അല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. എനിക്ക് അവിടെ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് മാത്രമാണ്. ആ മകൻ ഒന്നും ചോദിക്കാതെ തന്നെ, ആ വളർത്തു മകന് ആ സ്വത്തിന്റെ ഭാഗം അവർ എഴുതി വെക്കണമെങ്കിൽ എന്തുമാത്രം സ്നേഹവും കരുതലും അവരാഗ്രഹിക്കുന്ന എന്തൊക്കെയൊക്കെയോ ആ വളർത്തു മകനിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാകാം. അതായത് അവരുടെ സ്വന്തം മക്കളിൽ നിന്ന് കിട്ടാത്ത എന്തൊക്കെയൊക്കെയോ. അവർ പ്രതീക്ഷിച്ച സ്നേഹം, അവർ പ്രതീക്ഷിച്ച സ്വത്തോ പണമോ ആഡംബരമോ ആർഭാട ജീവിതമോ ഒന്നുമല്ല. അവർ പ്രതീക്ഷിച്ച ആ സ്നേഹം എന്ന് പറയുന്ന രണ്ട് വാക്ക് അവർക്ക് കിട്ടിയിട്ടുള്ളത്, ആ കരുതൽ, ആ കരുണ, അതൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ളത് ആ വളർത്തു മകനിൽ നിന്നാണ്. സ്വന്തം മക്കളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളത് പുച്ഛം മാത്രം. അവരുടെ എന്താഗ്രഹവും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് വിചാരിക്കുന്ന രണ്ട് യന്ത്രങ്ങളായിട്ടാണ് ആ മക്കൾ അച്ഛനെയും അമ്മയും കണ്ടിട്ടുണ്ടാകുന്നത്. അച്ഛനമ്മമാരുള്ള ഓരോ മക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താണോ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് അത് കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ മക്കൾ കണ്ടുപഠിച്ചിട്ട് ആ മക്കൾ നിങ്ങൾക്ക് അത് സമ്മാനമായി നൽകും, ഒരു ജീവിത സമ്മാനമായി, ഒരു സന്തോഷമായി. വളരെ സന്തോഷത്തോടെ പോകുന്ന ഒരു കുടുംബമായിരിക്കും അത്. അവിടെ സ്വത്തിന് പ്രാധാന്യം ഉണ്ടാകില്ല, അവിടെ പ്രാധാന്യം ഈ രണ്ടക്ഷരമായ സ്നേഹത്തിനായിരിക്കും. പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല, പക്ഷേ പണത്തിനേക്കാളും ഭാരം കൂടുതൽ സ്നേഹത്തിനാണെന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പണം താനേ വരും. നമ്മൾ ചോദിക്കുക പോലും വേണ്ട, പണം നമ്മളിലേക്ക് ഓടിയെത്തുമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ലൈഫിൽ എത്ര ആളുകൾ
പണത്തേക്കാൾ കൂടുതൽ സ്നേഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളും സന്തോഷത്തോടെ കഴിയുന്ന ആളുകളും ഒരുപാട് കുറവാണ്. ശരിക്കും ആ സ്നേഹത്തിന്റെ കുറവുള്ള സ്ഥലത്ത് പണവും വരില്ല. അച്ഛനെയും അമ്മയും ആട്ടി ഓടിക്കുന്ന മക്കളുടെ അടുക്കിലേക്ക് പണം വരികയാണെങ്കിൽ ആ പണം അവരെ ശപിച്ചുകൊണ്ടായിരിക്കും അവരിലേക്ക് വരുന്നത്. അവരിലേക്ക് ഹാപ്പിനെസ് വരില്ല. ആ ഹാപ്പിനെസ് അവരെ ശപിച്ചുകൊണ്ടായിരിക്കും അവരിലേക്ക് എത്തുക. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെ എപ്പോഴും സ്നേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുക. അവർക്ക് എന്ത് സഹായവും ചെയ്തു കൊടുക്കാൻ നിങ്ങൾ റെഡി ആയിക്കൊണ്ട് നിൽക്കുക. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടോ ഇല്ലയോ എന്നല്ല, അവർ അതിന് മേലെ ഒന്നും ചോദിക്കില്ല. ആരും ഒരു മാതാപിതാക്കളും അവരുടെ മക്കളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒന്നും ചോദിക്കില്ല. പക്ഷെ മക്കളാണെങ്കിൽ തിരിച്ചു അവർക്ക് എന്ത് ബുദ്ധിമുട്ട്, അവരും എന്റെ അച്ഛനും അമ്മയല്ലേ, അവരല്ലേ എനിക്ക് സാധിച്ചു തരേണ്ടത്. അങ്ങനെയാണ് പെരുമാറുന്നത്. ശരിക്കും ഞാനിവിടെ ഒരുപാട് വിസ്ഡംസ് ഒന്നും ഷെയർ ചെയ്യാൻ നിന്നതല്ല. ഞാൻ എനിക്ക് വല്ലാതെ ഹൃദയത്തിന് ബുദ്ധിമുട്ടുണ്ടായ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് അമ്മയിൽ നിന്നും കിട്ടിയത്. ഇപ്പോഴും ആ അമ്മ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. അച്ഛൻ എവിടെയോ ഉണ്ട്, അച്ഛൻ തിരിച്ചു വരും. പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ആയതിനു ശേഷം അച്ഛൻ തിരിച്ചു വരും. അത് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും പുള്ളി എവിടെ പോയതാണെന്ന് പോലും അറിയില്ല. തമാശയ്ക്ക് മാറുന്നതല്ല, ഇട്ടിരുന്ന ഡ്രസ്സ് കൊണ്ട് മാത്രമാണ് ആ പുള്ളി ഇറങ്ങിപ്പോയത്. ആലോചിക്ക്. അപ്പോ നമ്മൾ എവിടെയും നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഓരോന്നും നമ്മൾ സ്നേഹം ഷെയർ ചെയ്യാൻ, സ്നേഹം സ്പ്രെഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ലോകത്ത് എപ്പോഴും ഇങ്ങനെ ഹാപ്പിനെസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഒരു ട്രഷറായി, അല്ലെന്നുണ്ടെങ്കിൽ ചില ആളുകളല്ലേ പണം കായ്ക്കുന്ന മരമെന്ന്, അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹം കായ്ക്കുന്ന, സന്തോഷം കായ്ക്കുന്ന ഒരു പടുവൃക്ഷമായി നമ്മൾക്ക് വളരാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും വളരേണ്ടതും അങ്ങനെ തന്നെയാണ്, സ്നേഹം പകർത്തുന്ന ഒരു പടുവൃക്ഷമായി. ആ വൃക്ഷത്തിൽ നിന്ന് എപ്പോഴും സ്നേഹം എന്ന സുഗന്ധം ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. ഒരളവിലോ തൂക്കത്തിലോ കുറവില്ലാതെ കൂടിക്കൂടി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ലോകത്ത് സന്തോഷവും സമാധാനവും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ എന്തിന്റെയൊക്കെ പേരിലാണ് ആളുകൾ അടിക്കുന്നത്? മാതാപിതാക്കളെന്നല്ല, ലോകത്ത് മൊത്തം അങ്ങനെയാണ്. ദുഷ്ടതകൾ കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസം കഴിയും തോറും. നമ്മൾ നാട് നന്നാക്കാൻ പോകേണ്ട ആവശ്യമില്ല. റൂമിയുടെ ഒരു കോട്ടുണ്ട്, ഞാൻ ഇന്നലെ വരെ ഒരു അറിവാളി അല്ലെങ്കിൽ ബുദ്ധിരാക്ഷസൻ ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ സംതിങ് എന്തോ സ്പെഷ്യലാണ്. Yesterday I was a clover, so I want to change the world. But today I was a voice, so I want to change myself. ഇന്നലെ ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഈ ലോകം മാറ്റാൻ വേണ്ടി ആലോചിച്ചു, ലോകം മാറ്റാനുള്ള ചിന്തയിലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ജ്ഞാനിയാണ്, ഞാൻ അറിവുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ ലോകം മാറ്റാൻ പോകുന്നില്ല, ലോകത്തുള്ളവരെയും പറ്റാൻ പോകുന്നില്ല. എന്നിലും മാറ്റം സംഭവിപ്പിക്കാനാണ് നോക്കും. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അങ്ങനെയാണ്. നമ്മൾ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല, അവര് ചേഞ്ച് ആകുകയില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചേഞ്ച് ആകുക. നമ്മൾ നല്ലത് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നന്മയുണ്ടാകും. അതിനോടൊപ്പം നമ്മളിൽ നിന്നുള്ള ആ ഒരു സുഗന്ധം, ആ ഒരു സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, ആ ഒരു പോസിറ്റീവ്നെസിന്റെ സുഗന്ധം നമ്മളുടെ ചുറ്റുപാടും സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ലോകം, നമ്മുടെ ചുറ്റുപാട് നന്നാക്കാൻ കഴിയും. അതല്ലാതെ ലോകം നന്നാക്കാമെന്ന് കരുതി ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ സ്വയം നമ്മുടെ സെൽഫിനെ നന്നാക്കി എടുക്കുക, നമ്മുടെ ലോകം മുഴുവൻ നന്നാവും. നമ്മളുടെ മക്കളോടോ മാതാപിതാക്കളോടോ നോക്കുന്ന സമയം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓക്കെയാണോ, അത് മതി. അപ്പോൾ നമ്മളുടെ ചിന്തകളും മാറും,
അവർ നമ്മളോട് മോശമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് പോലും നമ്മൾക്ക് അവിടെ അവരോടൊരു ദേഷ്യം വരില്ല. കാരണം ഞാൻ എന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ വരും. സ്വയമേ അവിടുന്ന് വരുന്ന പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ ചുറ്റും നിന്നും ഏത് ഭാഗത്തു നിന്ന് വരുന്ന പ്രോബ്ലം ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് റെക്ടിഫൈ ചെയ്ത് സോൾവ് ചെയ്യാൻ കഴിയും. പിന്നെ മുതൽ നമ്മൾ നന്നാകുകയല്ലേ, മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട. അവരെന്തേലും പറഞ്ഞു ക്ഷമിച്ചു കൊടുത്തേക്കാം. ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ, ക്ഷമിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ചെയ്തേക്കുക. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് മാത്രം ചിന്തിക്കുക, ബാക്കിയുള്ള ആളുകളിലേക്ക് നോക്കുകയേ വേണ്ട. നീ പെർഫെക്റ്റ് ആണെങ്കിൽ നിനക്ക് നിന്റെ ചുറ്റുമുള്ള ആളുകളെ പെർഫെക്റ്റ് ആക്കാൻ കഴിയും. നിന്നിലൂടെ അവർ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ നീ ആ റൂട്ടിൽ തന്നെ പോവുക, സ്ട്രൈറ്റ് ആയിട്ട്. ഇടയ്ക്ക് മടി കാണിച്ച് നിർത്താൻ പാടില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത തോട്ടുകൾ വരാൻ പാടില്ല. സഞ്ചരിക്കുന്ന പാതയിലൂടെ ആ ഒരു സ്ട്രൈറ്റ് പാത നമ്മൾ നല്ല പാതയാണെങ്കിൽ ആ പാതയിലൂടെ തന്നെ മുമ്പോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ എത്തിച്ചേരുന്നത് കറക്റ്റ് സ്പേസിലായിരിക്കും, കറക്റ്റ് സ്ഥലത്തായിരിക്കും. നമ്മൾ ഏറ്റവും ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കായിരിക്കും നമ്മൾ എൻഡ് ചെയ്യുന്നത് പോലും. ഓക്കെ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായോ? എന്തൊക്കെയൊക്കെയോ പറഞ്ഞു പോയി, പക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നന്നായിട്ടൊന്ന് ഒരു തവണയും കൂടെ ഇതൊന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല, എന്തോ ആരുടെയൊക്കെയോ കാര്യം പറഞ്ഞു പോവാം. ശരിക്കും ഇത് ആരുടെയോ കാര്യമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം തന്നെയാണ്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 3 കാര്യങ്ങൾ കിട്ടും. ആ 3 കാര്യങ്ങൾ നിങ്ങളിത് കേട്ടിട്ട് ഒന്നും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കുക. നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിട്ട്. അത് മാത്രമാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്, കൂടുതലൊന്നുമില്ല. എല്ലാവരും സെറ്റല്ലേ? അതിന് ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കും. Anything you want to share? Okay. Good night. Bye-bye. Good night, ma'am.